ഗൈസ് വെച്ച ബർത്ത്ഡേ ഗ്ലോ കുറച്ച് പ്രൊഫഷണൽ ആവാം. നമുക്ക് ഈ ഒരു സാധനമൊക്കെ ഇട്ട് ഹെയർ ബോ എന്നൊക്കെ വേണം പറയും. ഇതൊക്കെ ഇട്ട് നമുക്ക് കുറച്ച് പ്രൊഫഷണൽ ആയാലേ വല്ല കാര്യമൊക്കെ നടക്കും. ഒരിക്കൽ പോവാത്തത് ഭാഗ്യം. ഈശ്വര, ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ലുക്കൊക്കെ തോന്നുന്നുണ്ട്. പ്രൊഫഷണൽ ഒന്നുമല്ല, കുറച്ച് എസ്തെറ്റിക് ആൻഡ് ക്യൂട്ട്നെസ്. ഈ മുടി അങ്ങോട്ട് ഫ്രണ്ടിൽ വീഴാതിരിക്കാനാണ് ഈ ഒരു സാധനം നമ്മൾ യൂസ് ചെയ്യുന്നത് ഗൈസ്. പ്രത്യേകിച്ച് വലിയൊരു ഗ്ലോയി സ്കിൻ കെയർ ഒന്നുമില്ല. ഒരു മോയ്സ്ചറൈസർ അല്ല, ഒരു സൺസ്ക്രീൻ വീട്ടിൽ ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കും, പിന്നെ ഒരു ലിപ് ബാം. ഇത് തീർന്നു പോയി. ഇനി നമുക്ക് ഗൈസ് നമ്മുടെ ഈ ലൊക്കേഷൻ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിക്കാം. ഐ മീൻ ഈ ബാക്ക്ഗ്രൗണ്ട്, ഈ ഫോൺ വെച്ചിരിക്കുന്ന ഈ ഒരു സ്ഥലം അതൊന്ന് നമുക്ക് മാറ്റി പിടിച്ച് ഇങ്ങോട്ടേക്ക് ആക്കാം. കുറച്ച് കഴിയുമ്പോൾ ആൾക്കാരൊക്കെ വരും, അതുകൊണ്ട് എൻ്റെ സ്പേസും എൻ്റെ ഇതൊക്കെ അങ്ങോട്ട് മാറി അങ്ങോട്ട് പോകും. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും പറയാറില്ല. നമുക്ക് കുറച്ച് ക്രീം ഇടാം. ഇതും ശോചനീയ അവസ്ഥയാണ്. ഇതും ഇതൊക്കെ തന്നെ ഗൈസ്. എപ്പോൾ തീരും എങ്ങനെ തീരും ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതും നമ്മൾ റീസ്റ്റോക്ക് വേണ്ടി കൊടുക്കുന്നതായിരിക്കും. ലേശം അതിൻ്റെ ആത്മാവ് വരെ ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇത് കയ്യിൽ മുഴുവനായിട്ടുണ്ട്. ഇതങ്ങോട്ട് മൂത്തി ഗൈസ്, എനിക്ക് ഈ ഒരു സൺസ്ക്രീൻ ഇടുമ്പോൾ മാത്രം ഒരു ഗ്ലോനെസ് കിട്ടുന്നുണ്ട്. ഗ്ലോ അല്ല, ഒരു വല്ലാത്തൊരു തിളക്കം. അത് ഈ ഒരു സൺസ്ക്രീനിൻ്റെ പ്രത്യേകതയാണോ എൻ്റെ മുഖത്തിൻ്റെ പ്രത്യേകതയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ ഗൈസ്. നമുക്കിത് മൊത്തത്തിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഈ വാക്കൊക്കെ ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇപ്പോഴാണ് പഠിച്ചത്. ഒരു യൂട്യൂബറിൻ്റെ കയ്യിൽ നിന്ന് എല്ലാം മുഴുവൻ കോപ്പിയാണ് ഗൈസ്, കോപ്പിയാണ്, എല്ലാം കോപ്പിയാണ്. ഒരു യൂട്യൂബർ ഉപയോഗിക്കുന്നത് കണ്ട് ഈ ഒരു ഹെയർ ബോയ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോഴേ കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പുറത്തെ ഒരാൾ ടി വി ഒക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം സൗണ്ട് ഉപയോഗിച്ച് ഞാൻ പറയാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെ നമ്മുടെ ഫൈനലി സൺസ്ക്രീനൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇതേ ഒരു തിളക്കൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ സ്പീഡി പറഞ്ഞു പോകുന്നു. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പുറത്തുമ്പോൾ പായസമൊക്കെ വയ്ക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ എന്തായാലും ഉടനെ വരുന്നതായിരിക്കും. വേണേ ആ പായസം വയ്ക്കുന്നതിൻ്റെ വീഡിയോ കാണാൻ പക്ഷേ വളരെ കുറവാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. അല്ല, ലിപ് ബാം ഇത് ഓൾറെഡി ഞാൻ ഇട്ടു. അത് ഞാൻ നൈസായിട്ടൊന്ന് സ്കിപ്പ് അടിച്ചു ഗൈസ്. ഇനി നമുക്ക് ഈ ഹെയർ ബോ നമ്മൾ അടിച്ചെടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ഫൈൻ ലുക്ക് ഗൈസ്. അവിടെ പായസം വെച്ചിരിക്കുന്ന അമ്മയുടെ അടുത്ത് നിന്നും ഞാൻ മിൽക്ക് മെയ്ഡ് അടിച്ച് മാറ്റിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഈയിടെയായിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഒരു പതർച്ചയൊക്കെ വരുന്നുണ്ട്. അതെൻ്റെ വായിലെ അബദ്ധങ്ങൾ ഗൈസ്. അവിടെ അമ്മ അവിടെ പായസം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡ് സൈഡിൽ കൂടി അങ്ങ് അടിച്ച് മാറ്റി എന്ന് വിചാരിക്കരുത്. അമ്മ അത് ഒഴിച്ചങ്ങോട്ട് എടുത്തു, പായസത്തിനകത്ത് ചേർത്തു. ഞാൻ ബാക്കിയുള്ളത് ഇങ്ങോട്ടെടുത്ത് നൈസായിട്ട് അടിച്ചുകൊണ്ട് വന്നു ഗൈസ്. ഇനി ഇതെൻ്റെ അനിയന് കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. വേണോ? കൊടുത്തേക്കാം, പാവല്ലേ. ഇപ്പം ഏകദേശം ഉച്ചയൊക്കെ ആയിരിക്കണം. നമ്മൾ ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ, ഐ മീൻ ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ പ്ലാൻ ചെയ്യാമെന്നൊക്കെയാണ് വിചാരിച്ചത്. ഇടയ്ക്കൊക്കെ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്ത് പുറത്തോട്ട് നോക്കുന്നതെന്ന്. അത് ശീലമായിപ്പോയി. ഗെറ്റ് റെഡി വിത്ത് മീ പ്ലാൻ ചെയ്യുന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് എൻ്റെ ഒരു പ്രത്യേക സാഹചര്യം മൂലം ഇങ്ങനെ അങ്ങ് ഒഴിവാക്കി. അങ്ങനെ ഉച്ചയായി. നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ, ബർത്ത്ഡേ ഗ്ലോ എന്നൊക്കെ വേണേൽ പറയാം, അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഒക്കെ എടുക്കണം. പിന്നെ അതിനോടനുബന്ധിച്ച് ജസ്റ്റ് ഒന്ന് വെളിയിൽ പോകണം. അടിച്ച് പൊളിക്കാനൊന്നുമല്ല, ജസ്റ്റ് വെറുതെ ഒന്ന് വെളിയിലൊക്കെ പോയി കുറച്ച് ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ അവരെയൊക്കെ കണ്ടിട്ട് ഇനി തിരിച്ചൊക്കെ വരണം ഗൈസ്. അപ്പോൾ ഞാൻ ആ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. ലെറ്റ്സ് ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ മൈ ബർത്ത്ഡേ. ഒരു ഗ്ലോയി സ്കിൻ മേക്കപ്പ് ലുക്ക് നമുക്ക് ചെയ്യാം. ഗ്ലോയി മേക്കപ്പ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് ഒരുങ്ങാം. ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിപ്പോയില്ലേ, അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് പെട്ടെന്നൊക്കെ ഒരുങ്ങിയിട്ട്, ഐ മീൻ ഒരു സിമ്പിൾ മേക്കപ്പൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഒരുങ്ങാം. മൊത്തത്തിൽ പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഒരുങ്ങാം ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ മൈ ചേഞ്ച് മൈ ലെറ്റ്സ് ഗോ ചേഞ്ച് മൈ ഔട്ട്ഫിറ്റ് ഗൈസ്. ഈ ഒരു ഡ്രസ്സ് ഞാൻ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ഡ്രസ്സ് എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മേക്കപ്പിലേക്ക് കിടക്കാം, ഐ മീൻ മേക്കപ്പ് അതിലോട്ട് കിടക്കാം.
മേക്കപ്പിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പ്രൊഫഷണൽ ആകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതായത് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ഹെയർ ബോ, ഇതാണ് എൻ്റെ പ്രൊഫഷണലിസം. ഇങ്ങനെ വെക്കാം. ഇതൊരു പ്രൊഫഷണലിസം കാണിക്കുന്നൊന്നുമല്ല. അതേ മുടിയൊക്കെ ഇവിടെ കിടക്കണം. ഈ മുടി ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. മേക്കപ്പ് ചെയ്യുമ്പോൾ അലങ്കലോട്ട് ഇരിക്കണ്ടല്ലോ, ഈ ലുക്ക് കൊള്ള. ഇങ്ങനെ അങ്ങ് തന്നെ ഞാൻ പുറത്തേക്ക് പോയാലോ? വേണ്ട, ആൾക്കാർ കളിയാക്കും. ഓൾറെഡി ഞാൻ സൺസ്ക്രീൻ ഇട്ടു, ഇനി കുറച്ചും കൂടി ഇടണമെന്നുണ്ട്. പക്ഷെ വേണ്ട, വെറുതെ ഇനി ആ മുഖത്തിലിട്ട് ഇനി അല്ലറ ചില്ലറ പണികളൊന്നും ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് ഞാൻ രാവിലെ ഇട്ട സൺസ്ക്രീൻ ഗൈസ്. പിന്നെ ആത്മാവ് ഊറ്റിയെടുത്ത് ഞാൻ തീർത്തു എൻ്റെ ഒരു ലിപ് ബാം. ഇതും ഞാനിട്ടു. ഇതും ഞാനങ്ങനെ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് തീർന്നെന്ന് വേണം പറയാൻ. അതുകൊണ്ട് നമുക്ക് ബൈ ചില യൂട്യൂബേഴ്സിനൊക്കെ പോലെ, വേറെ ആൾക്കാരെ പോലെ ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്നും ഫില്ല് ചെയ്യാറില്ല, അത് ത്രെഡ് ചെയ്യാറുമില്ല. അതുകൊണ്ട് ആ പണി ഞാൻ നൈസായിട്ടങ്ങ് സ്കിപ്പ് ചെയ്യുന്നു. അത് ഞാൻ ചെയ്യാറില്ലെന്ന് വേണം പറയാൻ. നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു ഫേസ് മേക്കപ്പിലേക്ക് അങ്ങ് കിടക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഗൈസ് ഈ ഒരു ലാക്മേയുടെ ടിൻറ്റഡ് സൺസ്ക്രീൻ. ഇത് നമുക്ക് കുറച്ചെടുത്ത് യൂസ് ചെയ്യാം. കുറച്ചെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ എടുത്തപ്പോൾ ഇച്ചിരി കൂടുതലായി പോയിരിക്കണം. ഒരു 10 മിനിറ്റിന് ശേഷം എൻ്റെ അമ്മ ഇപ്പോൾ വരും. ഞാൻ ഒരുങ്ങി തീർന്നോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മ ഇന്ന് വെട്ടി പുഴുങ്ങും ഗൈസ്. ബർത്ത്ഡേ ആയിട്ട് ഇന്നൊരു അടി ഉറപ്പ്. ക്യാമറ നോക്കി എനിക്ക് ഇടാൻ വലിയ കഴിവില്ലാത്തത് കൊണ്ട് ഞാൻ പോയത് എന്തായാലും മിറർ നോക്കി ഇട്ടിട്ട് വരാം. കാണിക്കണമെന്നുണ്ട്, പറ്റില്ല, സാഹചര്യങ്ങൾ അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് ഞാനത് മിറർ നോക്കി ഇട്ടിട്ട് വരുന്നതായിരിക്കും ഗൈസ്. ഇടയ്ക്ക് ഈ വാക്കുകൾ തെറ്റി പോകുന്നു ഗൈസ്. അങ്ങനെ ഞാൻ ടിൻറ്റഡ് സൺസ്ക്രീനൊക്കെ ഇട്ടു. ക്യാമറ നോക്കി കണ്ണെഴുതാനും ലിപ് ലൈനർ വരയ്ക്കാനും എനിക്ക് യാതൊരു കഴിവില്ലാത്തതുകൊണ്ട് നമ്മളത് മിറർ നോക്കി കണ്ണെഴുതി ലിപ് ലൈനർ ഇട്ടു. ഇനി നമുക്ക് കുറച്ച് ബ്ലഷ് ഇടണം, ലിപ്സ്റ്റിക് ഇടണം. പരിപാടി അങ്ങ് തീർന്നു. പിന്നെ കുറച്ച് ആക്സസറീസ്, കുറച്ചല്ല, നമ്മുടെ ഈ ഡ്രസ്സിന് മാച്ചാവുന്ന ആക്സസറീസ് ഒക്കെ ഇടണം. അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. നമുക്ക് നമ്മുടെ ഈ 2 ലിപ്സ്റ്റിക്കുകൾ കൊണ്ട് നമുക്ക് ബ്ലഷ് ആക്കാം, ഐഷാഡോ ആക്കാം, ലിപ്സ്റ്റിക്കും ആക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ബ്ലഷ്. അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി പരിപാടി. ഇതിനിയൊന്ന് മൊത്തത്തിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. കുറച്ച് മതി, എന്നാലും ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇടാം. നമുക്ക് ലിപ്സ്റ്റിക് ഇത് കണ്ണിൻ്റെ പൊക്കത്തും കുറച്ചിടാം. എന്നാലേ കുറച്ച് ഗ്ലോയിങ് ആൻഡ് ഒരു പിങ്കിഷ് ലുക്കൊക്കെ കിട്ടും. ഇനി നമുക്ക് കുറച്ച് ലിപ്സ്റ്റിക് ഇടാം. ആദ്യമേ കുറച്ച് ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു. അതിൻ്റെ ഇടക്കാണ് ഈ ഒടുക്കത്തെ ഒരു മെസ്സേജ് വരുന്നത്. നമുക്ക് ഈ ലിപ്സ്റ്റിക് ഇട്ടിട്ട് ആ മെസ്സേജൊക്കെ നോക്കാം. ഇതൊരു ഗ്ലോസി ലിപ്സ്റ്റിക് ആണ് ഗൈസ്. ഗ്ലോസി ലിക്വിഡ് ലിപ്സ്റ്റിക്. ഈ ഒരു ലൈറ്റിൻ്റെ വെട്ടത്തിലാണ് ഇത് ഇത്ര ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. അത് കഴിയുമ്പോൾ ഇതങ്ങ് തന്നെ പോയിക്കോളും. പക്ഷേ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്കാണ്. ഇതെൻ്റെ സ്വന്തം കാശ് കൊടുത്ത് ഞാൻ വാങ്ങിച്ചതല്ല, ഇതൊരാൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത് തന്നെയാണ്. ഓക്കെ, ഇനി ഒരു ലിപ്സ്റ്റിക്കും കൂടി ഇട്ടാൽ, ഒരു ക്രയോൺ ഷെയ്ഡ്, ആ ലിപ്സ്റ്റിക്കും കൂടി ഇട്ടാൽ എൻ്റെ ഒരു കറക്റ്റ് ലുക്ക് എനിക്ക് ഇവിടെ സെറ്റ് ആവുകയുള്ളൂ. ഇനി ഞാൻ അതും കൂടി പോയി ഇട്ടിട്ട് വന്നിട്ട് എൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കുന്നതായിരിക്കും. ഗൈസ്, ഇതല്ല നമ്മുടെ ഫൈനൽ ലുക്ക്. ഇനി എൻ്റെ മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിക്കെട്ടണം. ഈ ലുക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടില്ല. അതായത് എൻ്റെ ഈ ഹെയർ സ്റ്റൈല്
ഇറങ്ങാൻ നേരത്തെ ഞാൻ കെട്ടാൻ പോകുന്നത്. ഫുഡ് കഴിക്കാൻ ഞാൻ വിചാരിച്ചു, പക്ഷേ ഫുഡ് എനിക്ക് വേണ്ട. അതുകൊണ്ട് ഞാൻ അങ്ങ് പായസത്തിലേക്ക് അങ്ങ് ഒതുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പായസം കുടിച്ചിട്ട് നമുക്കിനി മുടിയും കെട്ടി നമുക്കിനി പോകണം ഗൈസ്. ഇതെൻ്റെ ഫൈനൽ ലുക്കാണ്. ഇതാണ് എൻ്റെ ആക്സസറീസ്. ഇത് ഞാൻ മുമ്പ് എൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മാല, ഇതിൻ്റെ കമ്മൽ, ഇതിൻ്റെ ചെയിൻ, പിന്നെ ഇതിൻ്റെ വാച്ച് ആൻഡ് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കി എടുക്കേണ്ടതാണ് ഗൈസ്. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ ആക്സസറീസും ഓർണമെൻറ്റ്സും മൊത്തത്തിലുള്ളല്ല എൻ്റെ പകുതി ലുക്ക്. ഗൈസ്, ബർത്ത്ഡേ ആയിട്ട് എന്താ പരിപാടി എന്ന് ഞാൻ പറഞ്ഞില്ല. അതായത് അമ്മയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നു. അവിടെ കുറച്ച് അതിഥികളുണ്ട്. അതിൽ ഒരാളുമായിട്ട് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ഏതൊക്കെയോ കാട്ടിൽ കൂടി വിളിച്ചുകൊണ്ട് പോകുന്നു. പാർക്കുണ്ടെന്നോ പൂച്ചയുണ്ടെന്നോ എന്നൊക്കെ എവിടെയൊക്കെ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നു. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഒരാളെ ഞാൻ ഇപ്പോൾ കാണിക്കുന്നതായിരിക്കും. കുട്ടു, ഹായ് ഹായ്. യൂട്യൂബിൽ ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ അങ്ങ് ഞാൻ ആഘോഷിക്കാനങ്ങ് തീരുമാനിച്ചു. വരുന്ന വഴിക്ക് ഒരു പാമ്പിനെയും കണ്ടു, ശുഭമായി. പിന്നെ കുറേ പൂച്ചേനെയും കണ്ടു. 2 പൂച്ചേനെ കണ്ടുള്ളൂ ഗൈസ്. ഓ മൈ ഗോഡ്, നമ്മളിപ്പോൾ ഒരു പുലിനെ കണ്ടിരിക്കണു ഗൈസ്. നമ്മളിപ്പോൾ എങ്ങോട്ട് പോകുന്നെന്ന് വെച്ചാൽ, എങ്ങോട്ടാ കൂട്ട് പോകുന്നത്? പാർക്കിലോട്ട്. പാർക്ക് എവിടെയാണ്? എവിടെ? ആ ദിശയിലാണോ പാർക്ക്? അതെ. ഓ മൈ ഗോഡ്, നമ്മളിപ്പോൾ പാർക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വഴിയെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അവിടെ ഭയങ്കര അത്ഭുതകരമായ കാഴ്ചകൾ എന്നൊക്കെയാണ് ഈ കുട്ടു പറയുന്നത്. കുട്ടു മീൻസ് പേരെന്താണ്? ആൻഡ്രിയ. ഞങ്ങൾ കുട്ടു എന്ന് വിളിക്കും, സ്നേഹമുള്ളതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു. കുട്ടു, നമ്മളിപ്പോൾ എവിടെയാണ്? പാർക്കിലാണ്. പാർക്കൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ? ഗൈസ്, ഇതാണ് നമ്മുടെ പാർക്ക്. ഇത്ര കാണിക്കാനൊക്കെ പറ്റൂ. ഒരു എന്താണ് നൊസ്റ്റാൾജി പാർക്ക്, അങ്ങനെയാണ് ഇവൾ പറയുന്നത്. ഒരു നല്ല രസമൊക്കെ ഉണ്ട്, ഒരു വൈബൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഒരു കുളം. ഈ കുളത്തിലൊക്കെ കുറച്ച് പായലൊക്കെ വന്ന് കിടക്കുന്നു. അതൊക്കെ ഏതായാലും അവർ ക്ലീനൊക്കെ ആക്കും. സോ ഇതാണ് നമ്മുടെ പാർക്കിൻ്റെ ഫുൾ വ്യൂ. ഗൈസ്, ഇത് ഇവളുടെ ചേച്ചി പറയുന്നത് ഇതൊരു പ്രേതമുള്ള സ്ഥലം. പ്രേതം ശരിക്കും ഇവിടെ ഇല്ല, പക്ഷേ പ്രേതം ഉണ്ടെന്നൊക്കെയാണ് ഇവളുടെ ചേച്ചി ഇവിടെയൊക്കെ പറയുന്നത്. നമുക്ക് നോക്കാം, കാണൂല്ലെന്ന് നമുക്കറിയാം. പിന്നെ എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് ചേച്ചിക്ക് കയറാൻ പറ്റാത്ത സ്ഥലം എന്ന് പറഞ്ഞു. ഓ മൈ ഗോഡ്, എനിക്ക് കയറാൻ പറ്റാത്ത സ്ഥലം. ഫൈനലി ഞാൻ കയറിയിരിക്കുന്നു.